അണിയണിയായി ഉയരുകയായി ഐക്യമുന്നണി ഐക്യമുന്നണി ഐക്യമുന്നണി. മതേതരത്വ മുന്നണി ജനാധിപത്യ മുന്നണി മതേതരത്വ മുന്നണി ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമ മുന്നണി ഉജ്ജ്വലമ മുന്നണി UPA മുന്നണി ഐക്യത്തിന്റെ മുന്നണി ഭാരതത്തിൻ പടയണി ഐക്യത്തിന്റെ മുന്നണി ഭാരതത്തിൻ പടയണി ഐക്യമുന്നണി ഞങ്ങൾ ജയിച്ചു വരും കുതികുതിച്ച് വരും ഞങ്ങൾ ജയിച്ച് വരും കുതികുതിച്ച് വരും ഞങ്ങൾ അണിയായി മുന്നേറി വരും ഞങ്ങൾ അണിയായി മുന്നേറി വരും ഞങ്ങൾ അണിയായി മുന്നേറി വരും ഞങ്ങൾ അണിയായി മുന്നേറി വരും. എത്രയെത്ര വികസനം എത്രയെത്ര സേവനം എത്രയെത്ര വികസനം എത്രയെത്ര സേവനം കാട്ടിത്തന്ന മുന്നണി കറകളഞ്ഞ മുന്നണി കാട്ടിത്തന്ന മുന്നണി കരകളഞ്ഞ മുന്നണി കുതിച്ചുയരും മുന്നണി കുതിച്ചുയരും മുന്നണി കരുത്ത് കാട്ടും മുന്നണി ഐക്യത്തിന്റെ മുന്നണി ഭാരതത്തിൻ പടയണി ഐക്യത്തിന്റെ മുന്നണി ഭാരതത്തിൻ പടയണി ഐക്യമുന്നണി ഞങ്ങൾ ജയിച്ചു വരും കുതികുതിച്ച് വരും ഞങ്ങൾ ജയിച്ച് വരും കുതികുതിച്ച് വരും ഞങ്ങൾ അണിയായി മുന്നേറി വരും ഞങ്ങൾ അണിയായി മുന്നേറി വരും ഞങ്ങൾ അണിയായി മുന്നേറി വരും ഞങ്ങൾ അണിയായി മുന്നേറി വരും. ഇത് മലപ്പുറം, മലയാള ഭാഷയുടെ സ്വന്തം കളിത്തൊട്ടിൽ. സ്നേഹത്തിനും സാഹോദര്യത്തിനും മുന്നിൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന നിഷ്കളങ്കരായ ഒരു ജനത വസിക്കുന്ന കർമ്മഭൂമി.
വീരസമര ചരിത്രങ്ങളുടെ ചോര പുരണ്ട കഥ പറയുന്ന രണഭൂമി. വൈദേശിക ആധിപത്യത്തിനെതിരെ നെഞ്ചുറപ്പോടെ പടപൊരുതി വീരചരമം പ്രാപിച്ച ധീരദേശാഭിമാനികൾക്ക് ജന്മം നൽകിയ മണ്ണ്. വെള്ളപ്പട്ടാളത്തിന്റെ തീതുപ്പുന്ന പീരങ്കികൾക്ക് മുമ്പിൽ കരളുറപ്പോടെ വിരിമാറുകാട്ടി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ആദ്യാക്ഷരം കുറിച്ച പുണ്യനാട്. സാമൂഹികമായും സാമ്പത്തികമായും വളരെയേറെ പിന്നോക്കം നിന്ന ഒരു ജനതയെ മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ ത്യാഗങ്ങൾ അനുഭവിച്ച മഹാരഥന്മാർ ഒട്ടേറെ. സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകരായ മമ്പുറം തങ്ങൾ, ആലി മുസ്ലിയാർ, ചങ്കുറപ്പിൻ്റെ ശക്തി തെളിയിച്ച് സമരമുഖം തീർത്ത വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഗാന്ധിജിയുടെ അഹിംസാമാർഗം ജീവിതമുദ്രയാക്കി ജനമനസ്സ് കീഴടക്കിയ മാധവൻ നായർ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരപുരുഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ആത്മീയ ചൈതന്യം കൊണ്ട് അശരണർക്ക് തണലേകിയ പാണക്കാട് പൂക്കോയ തങ്ങൾ, ജനാധിപത്യ കൂട്ടായ്മയിലൂടെ സാമൂഹ്യ വിപ്ലവം തീർത്ത ഇതിഹാസ പുരുഷൻ CH മുഹമ്മദ് കോയ. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത മഹാരഥന്മാരുടെ നീണ്ട നിര മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ ഇനിയുമേറെയേറെ. അവരുടെ പട്ടികയിലേക്ക് ഭരണ സംവിധാനങ്ങളിലൂടെ നവയുഗം തീർത്തുകൊണ്ട് കടന്നുവരികയാണ് ന്യൂനപക്ഷങ്ങൾക്ക് അന്താരാഷ്ട്ര മുഖം നൽകിയ അഹമ്മദ് സാഹിബ്. In any way responsible for Mumbai's terrorist attacks, wherever they may be, should be brought to justice. കണ്ണൂരിൽ ജനിച്ച ഒരാൾ മലപ്പുറം ജില്ലയുടെ ഹൃദയം കീഴടക്കിയ ചരിത്രമാണ് ഇ അഹമ്മദിൻ്റേത്. 1938 ഏപ്രിൽ 29 ഓവിൻ്റെ അകത്ത് പരേതനായ അബ്ദുൽ ഖാദർ ഹാജിയുടെയും ഇടപ്പകത്ത് നഫീസ ബീവിയുടെയും മകനായി കണ്ണൂരിൽ ജനിച്ച ഇ അഹമ്മദ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കി. തുടർന്ന് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും നിയമബിരുദവും കരസ്ഥമാക്കി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. എന്നാൽ ദൈവനിയോഗം മറ്റൊന്നായിരുന്നു. കറുത്ത കോട്ടണിഞ്ഞ് കോടതി മുറികളിൽ വാദപ്രതിവാദം നടത്തുന്നതിന് പകരം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ജനസേവനം ചെയ്യുകയെന്നതായിരുന്നു അഹമ്മദിനുള്ള ദൗത്യം. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വളർന്നു വന്ന് ഒട്ടേറെ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച ശേഷം 1967 അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. 77, 80, 82, 87 വർഷങ്ങളിലും നിയമസഭാ സാമാജികനാകാനുള്ള അംഗീകാരം ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ഇതിൽ 1982 മുതൽ 87 വരെ സംസ്ഥാനത്തെ പ്രഗത്ഭനായ വ്യവസായ മന്ത്രിയാകാനുള്ള ഭാഗ്യവും ഇ അഹമ്മദിന് ലഭിച്ചു. ലോക്സഭയിലേക്ക് അഹമ്മദ് സാഹിബ് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് 1991 തുടർന്നുള്ള 2.5 പതിറ്റാണ്ട് കാലം പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങി. 2004 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF തരംഗത്തിൽ UDFിന്റെ 20ൽ 19 സീറ്റുകളിലും ഫലം പ്രതികൂലമായപ്പോൾ സ്വന്തം മണ്ഡലമായ പൊന്നാനിയിൽ വിജയക്കൊടി പാറിച്ച് UDFിന്റെ അഭിമാനം സംരക്ഷിച്ചത് ഇ അഹമ്മദായിരുന്നു. ഈ വർഷത്തിൽ തന്നെ മലയാളത്തിനുള്ള അംഗീകാരമായി അദ്ദേഹത്തിന് വിദേശകാര്യ സഹമന്ത്രി സ്ഥാനവും ലഭിച്ചു. ഇ അഹമ്മദിന് ഇത് തൻ്റെ കഴിവും സേവന തൽപരതയും പ്രകടിപ്പിക്കാനുള്ള പുതിയ അവസരമായിരുന്നു. അദ്ദേഹം അത് അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്തു.